ഇന്നലത്തെ വീഡിയോയിൽ നമ്മുടെ തേജുവിനെ കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരുടെ പരാതി കണ്ടു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു വൈകിട്ട് തേജു വരുമ്പോഴുള്ള വീഡിയോ എടുക്കാന്ന്. അപ്പൊ ഞാൻ തേജുവിന്റെ അടുത്ത് ചുമ്മാ പറഞ്ഞാട്ടാ, നിന്നെ വീഡിയോയിൽ കാണാതെ ആവുമ്പോ നിന്നെ അന്വേഷിക്കാനൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ തേജു എന്ന്. അതിന്റെ അഹങ്കാരമാണ് ഈ കാണണത്. വീട്ടിലേക്ക് കയറണില്ല കേട്ടോ, സ്കൂള് വിട്ടിട്ട് ഇതേ വണ്ടി ഇറങ്ങി വീട്ടിലേക്ക് വരണ വഴിയാണ്. വീട്ടിലേക്ക് കയറണില്ല, ഞാൻ വീഡിയോ എടുക്കുമ്പോ ഭയങ്കര ജാടേട്ടാ, എന്തൊക്കെയോ കോപ്രായങ്ങൾ കാട്ടുക. അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ മതിലുമ്പോ കയറി എത്തി നോക്കുന്നുണ്ട് കേട്ടോ. വെറുതെ ഞാൻ വീഡിയോ എടുക്കല്ലേ, അപ്പൊ അതിന്റെ ജാട കാട്ടുകയാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾ കാണും, കമന്റ് വരുന്നൊക്കെ അറിയാം. കമന്റ് വായിക്കാൻ അറിയില്ലെങ്കിലും അവനറിയാം, അവൻ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്, അവനെ കുറെ പേര് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അവൻ അറിയാട്ടാ. അപ്പൊ അതിന്റെയാണ് ഈ കാട്ടണത്. അവൻ ഒന്നും രണ്ടും പറഞ്ഞ് ലാസ്റ്റ് നിന്ന് ചീത്ത കേട്ടിട്ടാട്ടാ വീടിന്റെ അകത്തേക്ക് വന്നത്. പിന്നെ ഞാൻ അവസാനം ഒരൊറ്റ ഡയലോഗ് പറഞ്ഞു, ഇപ്പൊ നല്ല കുട്ടിയായിട്ട് അകത്ത് കയറുകയാണെങ്കിൽ നാളെ പഠിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞതിന്റെ സന്തോഷമായിട്ട് ഈ മുഖത്ത് കാണത്. എന്നാ ഞാൻ കയറാന്നും പറഞ്ഞിട്ടാട്ടാ വരണത്. അപ്പൊ നമുക്കൊരു കൊറിയർ ഉണ്ടായിരുന്നു കേട്ടോ, വീണ്ടും ഉമ്മറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുത്ത് അകത്ത് കയറ്റാണ്ട് വലിയ കനലില്ലാത്തോണ്ട് തന്നെ അവൻ തന്നെയായിട്ട് അത് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവന് ഞാന് നമ്മുടെ നേന്ത്രപ്പഴം നെയ്യിൽ പൊരിക്കട്ടെ ചെയ്തത്. അപ്പോൾ എനിക്കും പൊരിച്ചു കേട്ടോ. അപ്പോൾ അതും പിന്നെ കട്ടൻ കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. തേജു കുടിക്കില്ല കേട്ടോ, തേജുവിന് പഴം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവനെ മേലൊക്കെ കഴുകിച്ചിട്ട് അവനുള്ളത് കൊടുത്തു, ഞാൻ എനിക്കുള്ളത് എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്നിട്ട് വൈകിട്ടത്തെ കാപ്പി കുടിച്ചു കേട്ടോ. പിന്നെ എനിക്ക് എപ്പോഴും കമന്റ് ബോക്സിൽ വരുന്നതാണ് നമ്മുടെ ഇഡ്ഡലി ദോശമാവ് അരക്കണത് കേട്ടോ. അപ്പോൾ അതായത് മാവിന്റെ കൂട്ട്. അപ്പം ഞാൻ അന്ന് ഇത് കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ 2.5 ഗ്ലാസ് പച്ചരി ആട്ടോ ഞാൻ എടുത്തിരിക്കണത്. ഇതാണ് എൻ്റെ അളവ് ഗ്ലാസ്. 2.5 ഗ്ലാസ് പച്ചരിയും അതിലേക്ക് ഒരു ശകരം ഉലുവാട്ട. ആ കൈ ഫുള്ള് ഇട്ടിട്ടില്ലേ, കുറച്ച് ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് അത് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുതിരാൻ വെക്കും കേട്ടോ. അത് കണ്ട 2.5 ഗ്ലാസ് പച്ചരി. പിന്നെ നമ്മുടെ ഉഴുന്നാട്ട ഞാൻ സെപ്പറേറ്റ് ആണ് ഉഴുന്നിടുക. ഉഴുന്ന് ഈ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, ഈ ഒരു ഗ്ലാസ് സെയിം ഗ്ലാസ് തന്നെ കേട്ടോ, ഒറ്റ ഗ്ലാസ് ഉഴുന്നുണ്ട്. ഇതും വെള്ളത്തിൽ കുതിരാൻ വെക്കും. ഏകദേശം 2-2.5 മണിക്കൂറൊക്കെയാണ് ഇത് കുതിരാൻ വേണ്ടു. ഞാൻ വൈകിട്ടാട്ട വെച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ ഇടുകയാണെങ്കിൽ രാത്രി അരയ്ക്കേണ്ടത് അത്രയും നല്ലതാണ്. പക്ഷെ ഞാൻ പെട്ടെന്നാണ് പ്ലാൻ ഇട്ടത്, അതുകൊണ്ടാട്ടാ ഞാനൊരു 4:30-5 മണിയാകുമ്പോഴാണ് ഞാൻ ഇട്ടത്. രാത്രി 9 മണിക്കാട്ട അരച്ചത്. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് ഞാൻ ഇത് അടിച്ചോരി പിന്നെ മേലൊക്കെ കഴുകി നമ്മുടെ വിളക്ക് കൊളുത്തായിട്ട് ചെയ്യണത്. ഞാൻ പറഞ്ഞൂല്ലോ വീഡിയോ എടുക്കാനുള്ള മടി കാരണം കേട്ടോ ഞാൻ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ ചെന്നാൽ. പിന്നെ എന്തായാലും നിങ്ങൾ ചോദിക്കണതല്ലേ, എന്തായാലും ഇപ്രാവശ്യം നമ്മുടെ ഇഡ്ഡലി ദോശമാവിന്റെ ആ കൂട്ടിന്റെ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ വിളക്കുളത്തി കഴിഞ്ഞപ്പോൾ തേജുമായിട്ട് ഇപ്രാവശ്യം ചെടി നനയ്ക്കാതിരിക്കണത്. കുറേ പേര് ചെടികളെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ കണ്ടു. പക്ഷെ ഞാൻ എന്തായാലും ഒന്ന് റിപ്ലൈ തരാഞ്ഞെന്ന് വെച്ചാൽ നമ്മുടെ മുറ്റത്തിന്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഒരഭിപ്രായം പറയുന്നതല്ലേ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ട്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ പണിയും കഴിഞ്ഞിട്ട് നല്ല രീതിക്ക് ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ, നമ്മുടെ എല്ലാ വർക്കിന്റെ. പിന്നെ ഇഡ്ഡലി ദോശമാവില്ലേ, അതിന്റെ വീഡിയോ അടുത്ത പാർട്ടിൽ ഞാൻ ഇടാട്ടോ, അരയ്ക്കുമ്പോൾ ഉള്ളത്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഇപ്പൊ ഇടുന്നതിന്റെ കൂട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല എത്രത്തോളം അളവിൽ ഇടണം എന്നുള്ളത്. ഈ ഒരു അളവിൽ ഇടുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് ഏകദേശം 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റാറുണ്ട് കേട്ടോ. അപ്പൊ ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ ബാക്കി കാണിക്കാം കേട്ടോ. അപ്പൊ ബൈ.